So before starting off, a special thanks to Phoenix Cars. Phoenix Cars ആണ് എനിക്ക് ഫോക്സ്വാഗൻ്റെ കാസ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സ്പെഷ്യൽ താങ്ക്സ്. ഞാൻ ഒരു കോൺടാക്ട് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. സോ പ്ലീസ് ടു കോൺടാക്ട് ദം ഫോർ സെയിൽസ് എൻക്വയറീസ്. വെരി എക്സൈറ്റഡ്. കാരണം നമ്മളൊപ്പം ഉള്ളത് ഫോക്സ്വാഗൻ 1.5 ലിറ്റർ TSI വേരിയൻറ്റ് വരുന്ന Virtus GT ആണ്. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ് ടു ഷോ യു ഹൗ ദിസ് കാർ ഡ്രൈവ്സ്. കാരണം ഇതിൻ്റെ പെർഫോമൻസ് ആണല്ലോ ഇതിന് മെയിൻ. ഇതൊരു 1.5 ലിറ്റർ 150 ഹോഴ്സ് പവർ 250 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് വരുന്ന ഒരു വണ്ടിയാണ്. ബിഫോർ ദി പെർഫോമൻസ് ആസ്പെക്ട് ഞാനിതിൻ്റെ ഡിസൈൻ്റെ കാര്യമൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം ഈ ഒരു Virtus ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് ഇൻ ദിസ് സെഗ്മെൻറ്റ്. കാരണം ദാറ്റ് ഈസ് വിത്തൗട്ട് എ ഡൗട്ട് പറയാൻ പറ്റും. കാരണം ഫ്രണ്ട് ലുക്കായാലും സൈഡിൽ നിന്നുള്ള ലുക്കായാലും ബാക്കിൽ നിന്നുള്ള ലുക്കായാലും Virtus ലുക്സ് ബ്യൂട്ടിഫുൾ ഫ്രോം എവറി ആംഗിൾ. ഞാൻ Virtus 1 ലിറ്റർ TSI ഹൈലൈൻ വേരിയൻറ്റ് റിവ്യൂ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്. ഇത് ടോപ്പ് ലൈനാണ്. ടോപ്പ് ലൈനിലാണ് നമുക്ക് GT വരുന്നത്. ഹൈലൈനിലും GT വേരിയൻറ്റ് അവൈലബിൾ ആണ്. ഈ GT എന്ന് കാണുകയാണെങ്കിൽ ഇറ്റ് ഇസ് 1.5 TSI. വെറും TSI എന്ന് കാണുകയാണെങ്കിൽ ഇറ്റ്സ് 1 ലിറ്റർ TSI. ആൻഡ് GTക്ക് മാത്രം വരുന്നതാണ് ഈ സ്പോയിലർ. നമുക്ക് 1 ലിറ്റർ TSIക്ക് ഈ സ്പോയിലർ വരുന്നതല്ല. ഓവറോൾ Virtus ലുക്സ് പെർഫെക്റ്റ്ലി വെൽ ഫ്രോം എവറി സംഭവമാണ് ഇതിൻ്റെ അലോയ് വീലിൻ്റെ ഡിസൈൻ. ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് ഈ അലോയ്സിന് ഫോക്സ്വാഗൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോർട്ടി ക്യാരക്ടറുള്ള ഈ ഒരു വണ്ടിയുടെ ആ ഒരു ക്യാരക്ടറോട് പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു അലോയ്സിൻ്റെ ഡിസൈൻസ് കാര്യങ്ങളും വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ക്രോം സ്ട്രൈപ്സും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ 1.5 TSI ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡുവൽ എക്സോസ്റ്റ് ടിപ്സ് വരുന്നുണ്ട്. 1 ലിറ്റർ TSIന് സിംഗിളും 1.5 TSIന് ഡുവൽ എക്സോസ്റ്റ് പറയേണ്ട ഒരു സംഭവമാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് 521 ലിറ്റേഴ്സാണ് Virtusന് കിട്ടുന്നത്. 521 ലിറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലെങ്ത് ആയുള്ള എന്ത് സംഭവം സുഖമായിട്ട് വെക്കാൻ പറ്റും. ആൻഡ് ഓൾസോ വി ക്യാൻ അത് 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മടക്കാൻ പറ്റും സീറ്റ്. അങ്ങനെ മടക്കി കഴിഞ്ഞാൽ സീറ്റിംഗ് ഈ ആ ഒരു ലഗേജ് കപ്പാസിറ്റി ഇൻക്രീസ് ടു 1045 ലിറ്റേഴ്സ് വിച്ച് ഇസ് ഇൻസെയിൻലി ബിഗ്. ഭയങ്കര വലിയൊരു സ്പേസ് നമുക്ക് അത് മടക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അത് മടക്കാതെ തന്നെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു വേരിയൻറ്റിന് വരും. ഫോക്സ്വാഗൻ Virtusൻ്റെ ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഇൻറ്റീരിയറാണ് ഇതിന് കൊടുത്തേക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും നമുക്ക് എല്ലാം വളരെ ആക്സസിബിൾ ആയ എന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈവറിനോട് ഒന്നുകൂടി ഒരു സ്റ്റാൻഡേർഡായ രീതിയിലാണ് ഇതിൻ്റെ ഒരു എക്കണോമിക്സും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ ഡിസൈൻ ആയാലും ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ ഡിസൈൻ ആയാലും കാര്യങ്ങളെല്ലാം ഇറ്റ് ലുക്സ് റിഫ്രഷിംഗ്ലി ഗുഡ്. നല്ല രീതിയിലുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് തരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഈ ഒരു AC കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ടച്ച് സെൻസിറ്റീവ് ആണ്. നമുക്ക് ടച്ച് ഉള്ള രീതിയിൽ മാറ്റാൻ പറ്റും. ഈ ടെമ്പറേച്ചർ കൺട്രോൾസ് ആയാലും ഈ ഒരു ഫാൻ സ്പീഡ് കൺട്രോളും കാര്യങ്ങളൊക്കെ. ആൻഡ് വി ഗെറ്റ് വെന്റിലേറ്റഡ് സീറ്റ്. വെന്റിലേറ്റഡ് സീറ്റ് ഇപ്പോൾ ഒരുവിധം എല്ലാ വണ്ടിക്കും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെന്റിലേറ്റഡ് സീറ്റ് ഇസ് എ ബൂൺ ആക്സസറി. കാരണം നമുക്ക് ലോങ് ഡ്രൈവ്സിലൊക്കെ നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക ആ ഒരു കംഫർട്ട് തരുന്നൊരു ഫീച്ചറാണ് ഈ വെന്റിലേറ്റർ. Virtusൻ്റെ ടോപ്പ് ലൈനിൽ നമുക്ക് ഈ ഒരു ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. നമുക്കതിൻ്റെ വ്യൂ ഒക്കെ ചേഞ്ച് ചെയ്യാം. ഇവിടെയുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ടാക്കോമീറ്റർ കിട്ടും. സ്പീഡ് മാത്രമാണെങ്കിൽ അങ്ങനെ കിട്ടും. നമുക്കൊരു അനലോഗ് സെറ്റപ്പ് വരുന്ന ഒരു സ്പീഡോമീറ്റർ ആണെങ്കിൽ അങ്ങനെ കിട്ടും. മൊത്തത്തിലായിട്ട് ഇസ് എ വെരി ഫങ്ഷണൽ. വളരെ ഒരു എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സും എല്ലാ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്ന ഒരു തരത്തിലുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. നല്ല സെൻസിറ്റീവായ നല്ല രീതിയിലുള്ള റെസ്പോൺസ് തരുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ് നമുക്ക് ഇതിന് വരുന്നത്. ആൻഡ് ദ സ്പീക്കർ ക്വാളിറ്റീസ് ആർ വെരി ഗുഡ്. ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു ബാസും അതേപോലെ ട്രിബിളും കാര്യങ്ങളൊക്കെ വെൽ ബാലൻസ്ഡ് ആയ രീതിയിലുള്ള സ്പീക്കേഴ്സാണ് വരുന്നത്. ആൻഡ് വി ഗെറ്റ് ട്വീറ്റേഴ്സ് ഇവിടെ ട്വീറ്റേഴ്സ് വരുന്നുണ്ട്, അവിടെയും ട്വീറ്റർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സറൗണ്ട് എഫക്റ്റ് നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട്. ആൻഡ് ഓവറോൾ ഇതിൻ്റെ പെർസീവ്ഡ് ക്വാളിറ്റി ഫീൽസ് വെരി ഗുഡ്. നമുക്ക് എല്ലാം ടച്ച് ചെയ്യുന്ന സ്പോട്സിലും നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈവൻ AC ഇവൻറ്റ്സ് നമ്മൾ ഇതിൻ്റെ ഇത് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദിസ് ഗിയർ ലെവൽ ഫീൽസ് വെരി ഗുഡ്. നമുക്ക് ഈ ഒരു സ്ലോട്ടിൽ ഫീൽ ചെയ്യുന്ന ഫീൽ അല്ല, ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു റിഫൈൻഡ് ഒരു ഫീൽ അതിന് വരുന്നത്. ആൻഡ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. ആൻഡ് വി ഗെറ്റ് ട്രാക്ഷൻ റോൾ സ്വിച്ച് ചെയ്യുക. ട്രാക്ഷൻ റോൾ ഓഫ് ആക്കാൻ പറ്റും. ഓഫ് ചെയ്യാൻ ഇവിടെ ട്രാക്ഷൻ റോൾ ഡിസേബിൾ എന്ന് വരും. ട്രാക്ഷൻ റോൾ ഓൺ ആക്കാൻ പറ്റും. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് ട്രാക്ഷൻ റോൾ ഓൺ. നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ട്രാക്ഷൻ റോൾ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കാം. സോ ഓവറോൾ ഇൻറ്റീരിയർ ഫീൽസ് വെരി ഗുഡ്. Virtusൻ്റെ ബാക്ക് സീറ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആക്ച്വലി ഈ ഒരു സീറ്റ് എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷനിൽ വെച്ചിട്ടും ഐ ക്യാൻ കംഫർട്ടബിളി സിറ്റ് ഇൻ ഹിയർ. ഒരു രീതിയിലുള്ള ഒരു സ്പേസിൻ്റെ ഒരു ലിമിറ്റേഷൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ആക്ച്വലി ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ദ സ്പേഷ്യസ് ബാക്ക് സീറ്റ് ഇൻ ദ സെഗ്മെൻറ്റ്. നമുക്കിവിടെ ബാക്കിൽ AC വെൻസ് വരുന്നുണ്ട്, Type C ചാർജിങ് പോർട്ട്സ് വരുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് വെൽ പൊസിഷൻ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് വെച്ചേക്കുന്നത്. ആൻഡ് വി ഗെറ്റ് ഈ ഒരു കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഓവറോൾ സിറ്റിംഗ് ഇൻ ദ ബാക്ക് സീറ്റ് ഇറ്റ് ഫീൽസ് റിയലി ഗുഡ് ആൻഡ് നൈസ്. സിസ്റ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിന് ഹാർമാൻ്റെ സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് 4 സ്പീക്കേഴ്സ് ആൻഡ് 4 ട്വീറ്റേഴ്സ് ആണ്. ബാക്കിലും ട്വീറ്റേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ദി ഓവറോൾ എക്സ്പീരിയൻസ് ഓഫ് ദി സൗണ്ട് ക്വാളിറ്റി ഈസ് വെരി ഗുഡ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് പറയുന്നത്, നമ്മൾ ബാക്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് ബാക്കിൽ ഇരിക്കുന്ന ആളുടെയും
സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ് നമുക്ക് ഫ്രണ്ടിൽ കാണാവുന്നതാണ്. സോ ദാറ്റ് മേക്സ് ഇറ്റ് ബിറ്റ് മോർ കംഫർട്ടബിൾ ആൻഡ് പ്രാക്ടിക്കലി നമുക്കത് മോർ സേഫർ കാറായിട്ട് മാറ്റിയാണ്. കാരണം ബാക്കിലുള്ളവരും സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണ് ഫോക്സ്വാഗൺ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഡ്രൈവിംഗ് ഫോക്സ്വാഗൺ വെർട്ടിസ് GT 2 റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഇപ്പോൾ അടുത്താണ് 4654.48 കിലോമീറ്റേഴ്സ് ഇൻ 24 hours. ദാറ്റ് ഈസ് ലൈക്ക് ഇംപെക്കബിൾ അച്ചീവ്മെൻറ്റ് ഫോർ ദി വെർട്ടിസ് GT. അതുപോലെ തന്നെ അതും ഫുൾ സ്പീഡിൽ 203 km/h വിത്തൗട്ട് എനി ബ്രേക്ക് ഡൗൺ ഓർ വിത്തൗട്ട് എനി ഡാമേജസ് ആൻഡ് ദാറ്റ് ഷോസ് റിലയബിലിറ്റി. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം റയൻ ഓഫ് കച്ചിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ക്രോസ് ചെയ്തതിൻ്റെ റെക്കോർഡും വെർട്ടിസ് GT ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഐ എം വെരി എക്സൈറ്റഡ് ടു ഡ്രൈവ് ദിസ് റെക്കോർഡ് ബ്രേക്കിംഗ് കാർ. So today we are driving Virtus 1.5 TSI GT ആണ്. ഏറ്റവും ടോപ്പ് ലൈൻ വേരിയൻ്റ് ആണ് വരുന്നത്. സോ ബിഫോർ എവറിത്തിങ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ തന്നെ 1.5 TSI പാഡ് വിത്ത് ദിസ് DSG ഗിയർ ബോക്സ് ആണ്. സോ ഹൗ ഡസ് ഇറ്റ് ഫെയർ? ഗെറ്റ് ഓൺ ദ ഗ്യാസ്. ലിറ്ററലി ഇതൊരു ടേക്ക് ഓഫ് ചെയ്യുന്നൊരു ഫീലാണ്. ബിക്കോസ് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഇഫ് യു ലുക്കിംഗ് ഫോർ എ ഡ്രൈവേഴ്സ് കാർ, ഡോണ്ട് ലുക്ക് എൽസ്വെയർ, ഗോ ഫോർ ദി Virtus GT. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ ഇതേ പവർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ബാലൻസിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ ഒരു പെർഫോമൻസ്, അതുപോലെ തന്നെ ഹാൻഡ്ലിങ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഫീൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും നമ്മൾ നോക്കണം. കുറേ പവർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ആ ഒരു പെർഫോമൻസ് റോഡിൽ അതേ ഒരു ഫീൽഡ് കിട്ടണമെങ്കിൽ യു നീഡ് ടു ഹാവ് ദാറ്റ് ബോഡി കൺട്രോൾ. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഒരു ഫീലും ഫീഡ്ബാക്കും നമുക്കൊരു കോൺഫിഡൻസ് ഇൻസ്പയർ ആയിരിക്കണം. ആ ഒരു സംഭവമാണ് Virtus GTക്ക് വരുന്നത്. ഒരു സ്പോർട്ട് ബോട്ടിൽ ഇട്ടിട്ട് കാലെടുത്ത് കഴിഞ്ഞാൽ we literally pushed back and we already crossed 100. ഇതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ആസ്പെക്റ്റ് പറയുന്നത്. ഞാൻ ഇതേ റോട്ടിൽ ടൈഗൺ GT ചെയ്തിരുന്നു. ടൈഗൺ GTയേക്കാൾ ഒന്നുകൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയ ഒരു കാറായിട്ട് എനിക്ക് Virtus GT തോന്നുന്നു. അതിൻ്റെ മെയിൻ റീസൺ ഇതൊരു സെഡാനാണ്. സോ സെഡാൻസ് ആർ ഒബ്വിയസ്ലി മോർ ലോ സ്ലോ. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി വിൽ ബി ബെറ്റർ ഇൻ എ സെഡാൻ. ആൻഡ് ഓവറോൾ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫീൽ എന്ന് പറയുകയാണെങ്കിൽ യു ആർ സീറ്റഡ് വെരി വെൽ. നല്ല രീതിയിലുള്ളൊരു വിസിബിലിറ്റിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും അതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് പതിയെ പോകാൻ ഡീലിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുമ്പോൾ ഒരു 65 ഒരു D5 1500 RPM പോകുമ്പോൾ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കാനില്ല. ആൻഡ് ഓവറോൾ ഈ ഒരു കംഫർട്ടിൻ്റെ കാര്യമായാലും ഈ ഒരു സ്റ്റെബിലിറ്റിയുടെ കാര്യമായാലും ഈ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ്റെ കാര്യമായാലും Virtus GT ജസ്റ്റ് എക്സൽസ്. ഒരു രീതിയിലുള്ള ഒരു കംപ്ലയിൻറ്റും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ബ്രീഫ് ഡ്രൈവിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയണല്ലോ എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പക്ഷേ നെഗറ്റീവ് പറയാൻ എന്തെങ്കിലും വേണ്ടേ? അത്ര ഒരു നല്ലൊരു വണ്ടിയാണ് Virtus GT. ഇതിൻ്റെ പെർഫോമൻസ് ആസ്പെക്റ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡോണ്ട് ലുക്ക് എൽസ്വെയർ. ആൻഡ് ഓൾസോ നമ്മുടെ ഈ 2024 വേരിയൻറ്റിൽ നമുക്ക് വേറെ അധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ 2 ഡ്രൈവർ സീറ്റിനും കോ പാസഞ്ചർ സീറ്റിനും നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സാണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് ആംപ്ലിഫയറും സബ് വൂഫറും ആഡഡ് ആയിട്ടുണ്ട്. സോ അതുപോലെ കുറച്ച് ആസ്തറ്റിക് ആയ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ആഡഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Virtus GT ഈസ് ദ ബെസ്റ്റ് കാർ ടു ഡ്രൈവ് ഇൻ ദ സെഗ്മെന്റ് പീരീഡ്. അതിന് അപ്പുറത്തേക്കൊന്നും പറയാനില്ല. കാരണം ഇറ്റ്സ് ദാറ്റ് ഗുഡ്. നമുക്ക് ഒരു ടേണിങ് യൂ ടേൺ നിൽക്കുന്നത് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ട്രാക്കും ബാക്ക് ട്രാക്കിലും ഫോക്സ്വാഗൺ അത്യാവശ്യം നല്ലൊരു എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്മോൾ കാർ തിരിക്കുന്ന അത്ര ഒരു സ്പേസിൽ നമുക്ക് Virtus GT തിരിക്കും. അതുപോലെ തന്നെ 1.5 TSIയിൽ വളരെ റയർ ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. ദാറ്റ് ഇസ് ആക്റ്റീവ് സിലിണ്ടർ ഡീആക്ടിവേഷൻ. നമ്മളൊരു പാർട്ട് ടോട്ടലിൽ ഇപ്പോൾ ഈ ഒരു സ്പീഡിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു 2 സിലിണ്ടർ മോഡിലാണ്. ഇപ്പോൾ അവിടെ എക്കോ എന്നുള്ളൊരു ബ്ലൂ സൈൻ നമുക്ക് കാണാം. സോ നൗ ഇറ്റ്സ് റണ്ണിങ് ഇൻ 2 സിലിണ്ടർ. 2 സിലിണ്ടർ ആക്ച്വലി ഓഫാണ്. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ്സിനല്ലാതെ നമ്മളൊരു ലോ സ്പീഡ്സിലൊക്കെ പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഹൈവേയിൽ ക്രൂസ് ചെയ്യുമ്പോൾ 80-90-100 ക്രൂസ് ചെയ്യുമ്പോൾ വി ആർ ലിറ്ററലി ഡ്രൈവിംഗ് ഓൺ 2 സിലിണ്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഗുഡ് തിങ് ഇസ് ദാറ്റ് അത്രയും കുറച്ച് ഫ്യൂലാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ദിസ് 1.5 TSI ഇസ് മോർ എഫിഷ്യൻറ്റ് ദാൻ 100 TSI. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഈ ഒരു സിലിണ്ടർ ഡീആക്ടിവേഷൻ ടെക്നോളജിയാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിന് 178 ആണ്. ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് SUV ലൈക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ്. അതുകൊണ്ട് തന്നെ അടി തട്ടുന്ന ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നില്ല. സോ Virtus GTക്ക് ഇങ്ങനത്തെ കുറേ പ്രാക്ടിക്കലും ഫങ്ഷണലായ കുറേ ഫീച്ചേഴ്സ് ഫോക്സ്വാഗൺ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ഇതിന് പെർഫോമൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ട് സ്പോർട്ട് മോഡ്, ലെഫ്റ്റ് ഫുട്ട് ഓൺ ദ ബ്രേക്ക്, റൈറ്റ് ഫുട്ട് ഓൺ ദ ആക്സിലറേറ്റർ. 50, 60, 70, we are already at 80. ആ ഒരു 0 to 80 ഒക്കെ നമ്മൾ എത്തുന്ന അറിയുന്നില്ല. അഗൈൻ ഫുൾ ടോട്ടൽ. ശരി, സത്യം പറഞ്ഞാൽ DSGയുടെ ഗിയർ ഷിഫ്റ്റ്സ് ആർ ലൈക്ക് ഒരു ബ്ലിങ്ക് ഓഫ് ഐയിൽ ഗിയർ ചേഞ്ച് ആയി കഴിഞ്ഞു. 80 to 120 പോകുമ്പോൾ ഇറ്റ്സ് വെരി മാഡ്. നമ്മളിപ്പോൾ ഒരു ഓവർടേക്കിങ്ങിന് ഗെറ്റ് ഓൺ ദ ഗ്യാസ് ആൻഡ് നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു. ദിസ് ഇസ് സോ ക്യൂട്ട്. ഈ ഒരു 20 lakh അറൗണ്ട് ബഡ്ജറ്റിൽ ദിസ് ഇസ് ദി ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫൺ ടു ഡ്രൈവ് കാർ. കാരണം നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ പിന്നെ വേറെ കാര്യം എടുത്ത് പറയേണ്ടത് Virtus GTയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സെഡാന് ഇങ്ങനെ കെയർഫുൾ ആയിട്ട് കൊണ്ടുവന്ന രീതിയിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അടി തട്ടുന്ന ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. കാരണം ഇറ്റ് ഇസ് വെൽ
ബിൽഡ് അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നല്ല ട്രാവൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൈ സ്പീഡ്സിൽ നമ്മളിപ്പോൾ ഒരു 50 തൊട്ട് ചാടിപ്പോയാലും വണ്ടിക്ക് ഒരു രീതിയിൽ ഡാമേജ് വരുന്നില്ല. കാരണം സസ്പെൻഷൻ ട്രാവൽ ഇസ് ദാറ്റ് ഗുഡ്. ആക്ച്വലി കാല് കൊടുക്കാൻ തന്നെ തോന്നാണ്, ബിക്കോസ് ദിസ് ഇസ് സച്ച് എ നൈസ് കാർ ടു ഡ്രൈവ്. സോ ദിസ് ഇസ് മൈ റിവ്യൂ അബൌട്ട് വെർട്ടിസ് GT 1.5 TSI. സോ വെർട്ടിസ് GTയുടെ ഈ ഒരു പെർഫോമൻസിൻ്റെ ആസ്പെക്റ്റും ഈ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ ആസ്പെക്റ്റൊക്കെ നോക്കുമ്പോൾ there is no car that can beat this in this price. So that's what അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.